ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന പേറ്റൻറ്റ്സ് ആക്ട് 1970 ബാലൻസ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തതാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേറ്റൻറ്റ് ഏജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, എന്താണ് അയാളുടെ ക്വാളിഫിക്കേഷൻസ്, ഡിസ്ക്വാളിഫിക്കേഷൻസ്, ഇങ്ങനെ ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പേറ്റൻറ്റ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a person who is entitled to practice before the controller and prepare all documents, transact all businesses and discharge such other functions as may be prescribed by the controller. അതായത് കൺട്രോളർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫങ്ഷൻസ്, അതിപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഏതൊക്കെ വരാം, എല്ലാ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതാവാം, അതുപോലെ തന്നെ എല്ലാ ബിസിനസ്സുകൾ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആൾ, പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്, കൺട്രോളറിൻ്റെ മുന്നിലാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ഒരാൾ ഇത് ഡോക്യുമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ബിസിനസ്സൊക്കെ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരാളെ എൻറ്റൈറ്റിൽഡായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ആ ഒരു ഫങ്ഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും കൺട്രോളർ തന്നെ ആയിരിക്കും. കൺട്രോളറിൻ്റെ മുന്നിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെയാണ് നമ്മൾ പേറ്റൻറ്റ് ഏജൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഒരാൾക്ക് ഒരു പേറ്റൻറ്റ് ഏജൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ ഒരു പേറ്റൻറ്റ് ഏജൻ്റ് ആണ് എന്നുള്ള രീതിയിൽ അയാളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യണം. അത് ഹെഡ് ഓഫീസിൽ അല്ലെങ്കിൽ പേറ്റൻറ്റ് ഓഫീസിലായിരിക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്നത് വഴി അയാളുടെ പേര് പേറ്റൻറ്റ് ഏജൻ്റ് എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ആയി കിട്ടും. അങ്ങനെയാണ് ഒരാൾക്ക് പേറ്റൻറ്റ് ഏജൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേറ്റൻറ്റ് ഏജൻ്റ് ആകണം എന്നുണ്ടെങ്കിൽ ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 വയസ്സ് കംപ്ലീറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. ദെൻ 3 പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ, അതായത് എന്തെങ്കിലും ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ഈ ഒരു പേർപ്പസിന് വേണ്ടി ഉണ്ടെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ പാസ്സായിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് അടുത്ത ക്വാളിഫിക്കേഷൻ. ദെൻ 4 പറയുന്നത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീസ് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് ഒരു പേറ്റൻറ്റ് ഏജൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുക, 21 വയസ്സുണ്ടാകുക, പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. അതുപോലെ തന്നെ ഈ ഒരു പേർപ്പസിന് വേണ്ടിയുള്ള ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ് ചെയ്തിരിക്കണം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. ദെൻ 4 പറഞ്ഞാണ് ഒരു ഫീസ്, പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഫീസ് പേ ചെയ്തിരിക്കണം എന്നുള്ളത്. ദെൻ ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ പേറ്റൻറ്റ് ഏജൻറ്റ് എന്നുള്ള രീതിയിൽ രജിസ്റ്റേർഡ് ആകാൻ അയാൾക്ക് പറ്റത്തില്ല. എലിജിബിൾ അല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുമ്പം അയാൾ ഒരു അൺസൗണ്ട് മൈൻഡുള്ള ആളാണ് എന്നൊരു കോടതി, ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു കോടതി തന്നെ അഡ്ജഡ്ജ് ചെയ്തിട്ടുണ്ട്, കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. ദെൻ 2 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള ഇൻസോൾവെൻ്റ് ആണ്. അപ്പോൾ ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാപ്പറായിട്ടുള്ള, അതും കോടതി തന്നെ ഡിക്ലെയർ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 3 വരുന്നതാണ് അയാളെ ഏതെങ്കിലും ഒരു കോമ്പീറ്റൻറ്റ് കോടതി അയാളെ ഒരു ഇംപ്രിസൺമെൻറ്റിന് വേണ്ടി കൺവിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അത്രയും നാൾ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. അതൊരു കോമ്പീറ്റൻറ്റ് കോർട്ട് തന്നെയാണ് അയാളെ കൺവിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതാണ് 3. ദെൻ 4 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന് ഗിൽറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ദെൻ 5 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു. അതും ഇതുപോലെ തന്നെ ഗിൽറ്റി ഓഫ് നെഗ്ലിജൻസ് അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റ്, ഇങ്ങനെ 2 കാര്യങ്ങൾക്ക് ഗിൽറ്റി ആണെന്ന് പറഞ്ഞ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊന്നും എന്ത് പറ്റത്തില്ല, ഒരു പേറ്റൻറ്റ് ഏജൻ്റ് ആകാനായിട്ട് അവർ ക്വാളിഫൈഡ് ആകത്തില്ല. അതാണ് പേറ്റൻറ്റ് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ അത് ഓർക്കുക, ആരാണ് പേറ്റൻറ്റ് ഏജൻറ്റ്, അവർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് പേറ്റൻറ്റ് ഏജൻറ്റ് ആകാൻ പറ്റുന്നത്, അതുപോലെ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പേറ്റൻറ്റ്സ് ആക്ട് 1970 എന്നുള്ള ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ആക്ട് പഠിക്കാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.